Hi everyone, welcome to the third video of this series. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നെറ്റ്വർക്കിംഗ് എന്താണ്, അതുകൂടാതെ തന്നെ IP അഡ്രസ്, ഇങ്ങനത്തെ ചില കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോ തൊട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നതിൽ നമ്മൾ ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ മുതൽക്കാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഓക്കെ, നമ്മുടെ മൈൻഡിൽ ശരിക്കും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഈ ഒരു വീഡിയോ മുതൽക്കാണ്. സോ പലരും പറയുന്നതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ബട്ട് അത്ര ഡീപ്പായിട്ട് ഒരു സൈബർ സെക്യൂരിറ്റി റിസർച്ചറിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അത്ര ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റ്വർക്കിങ്ങിൻ്റെ അകത്ത് ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഏരിയാസ് മാത്രം നമ്മൾ കവറപ്പ് ചെയ്താൽ മതി. അല്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവറപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിനാവശ്യമുള്ള സംഗതികൾ നമ്മൾ മെയിൻലി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ച് തീർക്കാൻ പറ്റില്ല. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ കൂടി നമ്മൾ അത് സൈബർ സെക്യൂരിറ്റി വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് മാത്രം എടുത്താൽ മതി. നെറ്റ്വർക്കിംഗ് ഇല്ലാണ്ട് സൈബർ സെക്യൂരിറ്റി ഒരിക്കലും ഫുൾഫിൽ ആവില്ല. കാരണം സൈബർ സെക്യൂരിറ്റി എപ്പോഴും നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിട്ട് കണക്റ്റഡ് ആണ്. സോ നെറ്റ്വർക്കിംഗ് എന്താണ് എന്നറിയാത്തവരോട് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതാണ് ഞാൻ. ബട്ട് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നെറ്റ്വർക്കിംഗ് അറിയാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് നെറ്റ്വർക്കിംഗ് നമ്മൾ ഡീപ്പായിട്ട് അറിയും വേണ്ട. സോ ഫസ്റ്റ് വൺ, എന്താണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ലേറ്റർ IP അഡ്രസ്സിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. സോ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് ഡിവൈസസ് തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനെയും ആൻഡ് റിസോഴ്സ് ഷെയറിങ്ങിനുമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ ഉണ്ട്. ആ വൈഫൈയിൽ 2-3 ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാരൻസിൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു 3-4 ഡിവൈസ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തു. സോ ആ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്യാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, അതുകൂടാതെ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്യാം, നമുക്ക് സിനിമ കാണാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്തതോടുകൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് എന്താണ്? അതൊരു നെറ്റ്വർക്കാണ്. കാരണം നിങ്ങളുടെ വീട്ടിലുള്ള ഒരു വൈഫൈയിൽ 2-3 ഡിവൈസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് പറയാം. സോ ബേസിക്കലി നെറ്റ്വർക്ക് മീൻസ് ഇറ്റ് ഈസ് എൻ ഇന്റർകണക്ഷൻ ബിറ്റ്വീൻ 2 or more ഡിവൈസസ് ഓർ നോഡ്സ് ആൻഡ് ഓൾസോ ഇറ്റ്സ് ഷെയർ റിസോഴ്സസ്. അതെന്ത് ചെയ്യാൻ പറ്റും? റിസോഴ്സസ് ഷെയർ ചെയ്യും. വിച്ച് മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അതൊരു റിസോഴ്സ് ഷെയറിംഗ് ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് നെറ്റ്വർക്കിൽ തന്നെ പരസ്പരം ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസും പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം നമുക്കൊരു മെസ്സേജോ കാര്യങ്ങളോ അയക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൻ്റർനെറ്റ് വേണം എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ബട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളും ഞാനും എല്ലാവരും കൂടി ഒരു വൈഫൈൻ്റെ അണ്ടറിൽ കണക്ട് ചെയ്തെന്ന് കരുതാം, സിംഗിൾ വൈഫൈൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് തന്നെ എനിക്ക് എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റാസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിക്കോസ് നമ്മളെല്ലാവരും ഒരു വൈഫൈൻ്റെ അണ്ടറിലായതുകൊണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിവൈസസ് തമ്മിലുള്ള ഒരു ഇൻ്റർ കണക്ഷനെയാണ്. ഫോർ എക്സാമ്പിൾ, സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു വൈഫൈൻ്റെ അടിയിൽ 3-4 ഡിവൈസസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നെറ്റ്വർക്കായിട്ട് പറയാൻ പറ്റും. നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റാണ്. കാരണം ലോകത്തുള്ള ഏതൊരു ആൾക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ലോകത്തുള്ള പല ആളുകളും UAE-ലുള്ളതാണെങ്കിലും അമേരിക്കയിലുള്ളതാണെങ്കിലും ഓസ്ട്രേലിയയിലുള്ളതാണെങ്കിലും ഏതൊരാളായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതാണ് ഒരു ബിഗ്ഗസ്റ്റ് നെറ്റ്വർക്കാണ്. നമ്മൾ സിംപ്ലി പറയാറില്ലേ, നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണം, ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുള്ളത്. സോ ഒരു റൂമിൻ്റെ അകത്ത്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൻ്റെ അകത്ത് ഒരു 5-6 പേര് നിർത്തി കഴിഞ്ഞാൽ അതൊരു നെറ്റ്വർക്കാണ്. കാരണം അവർക്ക് അവിടെ ഇരുന്നിട്ട് പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ പറ്റും. ഒരു കോൺഫറൻസ് റൂമിൽ ഇരുന്നിട്ട് വലിയ വലിയ മീറ്റിംഗ്സ് കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്ന കണ്ടില്ലേ? അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൻ്റെ അകത്താണ് ഒരുപാട് ആളുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ടേബിളിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നു. സോ അതൊരു നെറ്റ്വർക്കിംഗ് ആണ്. ക്ലിയർ? അപ്പോൾ ഒരു ഡിവൈസസ് ഇൻ്റർനെറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിൻ്റെ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിവൈസസുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് പറയാം? നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ, നമ്മൾ IP അഡ്രസ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ IP അഡ്രസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേമാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി വാട്ട് ഈസ് IP അഡ്രസ്? IP അഡ്രസ് മീൻസ് ഇറ്റ്സ് എ ലോജിക്കൽ അഡ്രസ്. ഒരു ലോജിക്കൽ അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് IP അഡ്രസ്സിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, അയാൾക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് എന്താണോ എഴുതാമെന്നുള്ളത് അത് നമ്മൾ
കംപ്ലീറ്റ് ആയിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ അഡ്രസ്സ് അതിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റിൽ അയക്കുന്നത്. സോ ആ ഒരു റിസീവറിന് എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു കത്ത് കിട്ടുന്നത്? ആക്ച്വലി എന്താ വെച്ചാൽ ആ ഒരു കത്തിൻ്റെ മുകളിൽ അയാളുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ അഡ്രസ്സ് ബേസിലാണ് റിസീവറിന് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളൊരാൾക്ക് ഒരു കത്ത് അയക്കുകയാണെങ്കിൽ അയാളുടെ അഡ്രസ്സ് ഇല്ലാണ്ട് അയച്ചു കഴിഞ്ഞാൽ അത് അയാൾക്ക് കറക്റ്റായിട്ട് റിസീവ് ആവില്ല. ഇത് തന്നെയാണ് IP അഡ്രസ്സിലും സംഭവിക്കുന്നത്. ഇൻ്റർനെറ്റിൽ നമുക്കൊരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയാളുടെ ഒരു അഡ്രസ്സ് നമുക്ക് വേണം. ക്ലിയർ? നമ്മൾ കത്ത് അയച്ച പോലെ തന്നെ ഇൻ്റർനെറ്റിൽ നമുക്കൊരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയാളുടെ അഡ്രസ്സ് വേണം. അപ്പോൾ ആ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് IP അഡ്രസ്സ്, പ്രൈവറ്റ്, പബ്ലിക്. ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.